വെൽക്കം ബാക്ക് ടു കരിയർ വെയിൻ അപ്ഡേറ്റ്സ്. +1 അഡ്മിഷനുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികളുടെ ട്രയൽ അലോട്ട്മെൻറ്റ് റിസൾട്ട് പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ്. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് വിദ്യാർത്ഥികൾ ട്രയൽ അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ടത്, അതോടൊപ്പം തന്നെ വിദ്യാർത്ഥികളുടെ അഡ്മിഷൻ നഷ്ടമാവാതിരിക്കാൻ പ്രധാനമായിട്ടും എഡിറ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് തുടങ്ങിയ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ വീഡിയോകളുമായി പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ വിശദമായി പോകുന്നതിന് മുമ്പ് എഡ്യൂക്കേഷൻ അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുവാനും ബെല്ലൈക്കൻ എനാബിൾ ചെയ്ത് നോക്കുവാനും ആമുഖമായിട്ട് ഓർമ്മപ്പെടുത്തണം. അപ്പോൾ നിലവിൽ അപേക്ഷ സമർപ്പിച്ച എല്ലാ വിദ്യാർത്ഥികളുടെയും ട്രയൽ അലോട്ട്മെൻറ്റ് ഒഫീഷ്യൽ വെബ്സൈറ്റ് ആയിട്ടുള്ള hscap.kerala.gov.in എന്നുള്ള വെബ്സൈറ്റിൽ വന്ന് വിദ്യാർത്ഥികൾക്ക് ഇവിടെ തൊട്ടതായി കാണുന്ന കാൻഡിഡേറ്റ് ലോഗിൻ SWS എന്നുള്ള ആ ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ യൂസർ നെയിം, അതായത് നിങ്ങൾ അപേക്ഷ കൊടുക്കുമ്പോൾ ലഭിച്ച ആപ്ലിക്കേഷൻ നമ്പറും അതോടൊപ്പം തന്നെ നിങ്ങൾ സെറ്റ് ചെയ്ത് വെച്ച പാസ്വേഡും ടൈപ്പ് ചെയ്ത് നിങ്ങളുടെ ജില്ലയും സെലക്ട് ചെയ്ത് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ വിദ്യാർത്ഥികളുടെ ട്രയൽ അലോട്ട്മെൻറ്റ് റിസൾട്ട് പരിശോധിക്കാൻ സാധിക്കുന്നതാണ്. ഇനി ട്രയൽ അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് നിരവധി വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചവരുണ്ടാവാം, ഇനി ലഭിക്കാത്ത വിദ്യാർത്ഥികളുണ്ടാവും. അപ്പോൾ ഈ ഒരു അവസരത്തിൽ ആമുഖമായിട്ട് പറയാനുള്ളത്, അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികളും ലഭിക്കാത്ത വിദ്യാർത്ഥികളും ഈ ഒരു അവസരത്തിൽ നിരാശപ്പെടേണ്ട ആവശ്യമില്ല. ഇനി അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ തന്നെയാണെങ്കിൽ ഒരുപക്ഷെ ഒട്ടും ആഗ്രഹിക്കാത്ത 10ാമത്തെ ഓപ്ഷൻ അല്ലെങ്കിൽ 12ാമത്തെ ഓപ്ഷൻ ആയിരിക്കാം ലഭിച്ചത്, അല്ലെങ്കിൽ ആഗ്രഹിക്കാത്ത ഫസ്റ്റ് ഓപ്ഷൻ, അതായത് സയൻസ് ആണ് ആഗ്രഹിച്ചതെങ്കിൽ കിട്ടിയതാണെങ്കിൽ കൊമേഴ്സ് അല്ലെങ്കിൽ ഹ്യൂമാനിറ്റീസ്, ഇങ്ങനെയൊക്കെ ആയിരിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ട്രയൽ അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് നിലവിൽ വിദ്യാർത്ഥികൾ ഒരു കാരണവശാൽ നിരാശപ്പെടേണ്ട ആവശ്യമില്ല. ഇതൊരു ട്രയൽ മാത്രമാണ്. ഇനി ഈ ഒരു ട്രയൽ അലോട്ട്മെൻറ്റ് വെച്ച് നിങ്ങൾക്ക് എവിടെയും അഡ്മിഷൻ എടുക്കുവാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് മെയിൻ അലോട്ട്മെൻറ്റ്, ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ മാത്രമാണ് വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ എടുക്കുവാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് ആമുഖമായിട്ട് ട്രയൽ അലോട്ട്മെൻറ്റിൽ കിട്ടാത്ത വിദ്യാർത്ഥികളും കിട്ടിയ അലോട്ട്മെൻറ്റിൽ സാറ്റിസ്ഫൈഡ് ആവാത്ത വിദ്യാർത്ഥികളും ഈ ഒരു അവസരത്തിൽ നിരാശപ്പെടേണ്ട ആവശ്യമില്ല എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. അതിന് മുന്നോടിയായിട്ട് ട്രയൽ അലോട്ട്മെൻറ്റ് വിദ്യാർത്ഥികൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ഈ പ്രൊഫൈൽ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾക്ക് ട്രയൽ റിസൾട്ട് എന്നുള്ള ലിങ്ക് കാണാൻ സാധിക്കും. അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ട്രയൽ അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് കൺഗ്രാജുലേഷൻ, യു ഹാവ് ഗുഡ് അലോട്ട്മെൻറ്റ്. ഇനി കിട്ടാത്തവരാണെങ്കിൽ സോറി, യു ഹാവ് നോ അലോട്ട്മെൻറ്റ് എന്ന് കാണിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിരാശപ്പെടേണ്ട ആവശ്യമില്ല, ഇത് ജസ്റ്റ് ട്രയൽ ആയതുകൊണ്ട് മാത്രമാണ്. എന്നാൽ അതോടൊപ്പം തന്നെ വിദ്യാർത്ഥികൾക്ക് ട്രയൽ റിസൾട്ട് ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ വേണ്ടി ട്രയൽ റിസൾട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏതാണ് സ്കൂൾ, ഏതാണ് കോമ്പിനേഷൻ തുടങ്ങിയ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഇനി അതോടൊപ്പം തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുന്നതിന് പ്രധാനപ്പെട്ട കാര്യമാണ് ഇനി പറയാൻ പോകുന്നത്. എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ഒരു അവസരത്തിൽ വിദ്യാർത്ഥികൾ എഡിറ്റ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം ഒരുപാട് വിദ്യാർത്ഥികൾ ആപ്ലിക്കേഷനിൽ മിസ്റ്റേക്കുകളൊക്കെ വരുത്തിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ്. അതായത് നിലവിൽ വിദ്യാർത്ഥികൾക്ക് എഡിറ്റ് ചെയ്യുവാനുള്ള ഓപ്ഷൻ, ഒന്നാമതായിട്ട് അപേക്ഷാ വിവരങ്ങളിൽ ഓപ്ഷനുകൾ ഉൾപ്പെടെയുള്ള തിരുത്തലുകൾ ഇനിയും വരുത്താവുന്നതാണ്. അലോട്ട്മെൻറ്റിനെ നിർണായകമായി സ്വാധീനിക്കുന്ന ജാതി സംവരണ വിവരങ്ങൾ, ബോണസ് പോയിന്റ് ലഭിക്കുന്ന വിവരങ്ങൾ, താമസിക്കുന്ന പഞ്ചായത്തിൻ്റെയും താലൂക്കിൻ്റെയും വിവരങ്ങൾ, അതേപോലെ ടൈം ബ്രേക്കിന് പരിഗണിക്കുന്ന മറ്റു പാഠ്യേതര പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ, കലാകായിക മേളകൾ, ക്ലബ്ബുകൾ മുതലായവ തുടങ്ങിയ അപേക്ഷയിൽ രേഖപ്പെടുത്തിയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളിൽ മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ടും തിരുത്തിയിരിക്കണം. കൂടാതെ വളരെ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ്, ഒരുപാട് വിദ്യാർത്ഥികൾ നിലവിൽ മിസ്റ്റേക്ക് വരുത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ വീണ്ടും അപ്ഡേറ്റ് ചെയ്ത കാര്യമാണ്. കാരണം ഈ പറയുന്ന കാര്യങ്ങൾ തിരുത്തിയിട്ടില്ലെങ്കിൽ വിദ്യാർത്ഥികളുടെ അഡ്മിഷൻ തന്നെ നഷ്ടപ്പെട്ടു പോയിരിക്കും. അതായത് ചില അപേക്ഷകളിൽ ഇപ്പോഴും ജാതി, കാറ്റഗറി മുതലായ വിവരങ്ങൾ രേഖപ്പെടുത്തിയതിൽ തെറ്റുകൾ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഈഴവ എന്ന ജാതി രേഖപ്പെടുത്തിയ ചില അപേക്ഷകർ കാറ്റഗറി ആയിട്ട് ETB എന്നതിന് പകരം, അതായത് ഈഴവ വിഭാഗത്തിൽപ്പെട്ടവരുടെ കാറ്റഗറി ETB എന്നാണ് കൊടുക്കേണ്ടത്. അതിന് പകരം പല വിദ്യാർത്ഥികളും ഹിന്ദു OBC എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അവർ ഹിന്ദു ETB എന്ന് കൊടുക്കുന്നതിന് പകരം ഹിന്ദു OBC എന്ന് കൊടുത്തിട്ടുണ്ട്. ഇത്തരം തെറ്റുകൾ വന്നു കഴിഞ്ഞാൽ വിദ്യാർത്ഥികളുടെ അഡ്മിഷൻ അടുത്ത അലോട്ട്മെൻറ്റ് നഷ്ടപ്പെട്ടു പോകുന്നതായിരിക്കും. അതുകൊണ്ട് നിർബന്ധമായിട്ട് നിങ്ങളുടെ ജാതി, കാറ്റഗറി വളരെ കൃത്യമായിട്ടാണ് കൊടുത്തതെന്ന് നിങ്ങൾ ഇപ്പോൾ തന്നെ വെരിഫൈ ചെയ്യുക. അതിലെന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾ ബന്ധപ്പെട്ട സ്കൂളിൽ നിങ്ങൾക്ക് ക്ലിയർ ചെയ്യുവാനുള്ള ഹെൽപ്പ് ഡെസ്ക് ഉൾപ്പെടെ കാര്യങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്. കൂടാതെ വിദ്യാർത്ഥികൾ ഈ പറയുന്ന ഒരുപാട് വിദ്യാർത്ഥി നിലവിൽ തെറ്റ് വരുത്തിയ കാര്യമാണ് ജാതി, കാറ്റഗറി കൊടുത്ത കാര്യം. അതുകൊണ്ട് നിങ്ങൾ കൊടുത്തത്, ഉദാഹരണത്തിന് ഇവിടെ കൊടുത്തത് ഈഴവ, മുസ്ലിം, അതേ മറ്റു പിന്നോക്ക ഹിന്ദു വിഭാഗക്കാർ, ഇങ്ങനെയുള്ള ഇതൊക്കെ നിങ്ങളുടെ കാറ്റഗറി ഏതാണോ അത് കൃത്യമായിട്ട് കൊടുത്ത് നിങ്ങൾ ഉറപ്പ് വരുത്തേണ്ടതാണ്. ഈ ഒരു കാര്യമാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. കൂടാതെ തെറ്റായ വിവരങ്ങൾ ആരെങ്കിലും അപേക്ഷയിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ, അതായത് ബോണസ് പോയിന്റ് ലഭിക്കാൻ വേണ്ടി ചില വിദ്യാർത്ഥികൾക്ക് അഡീഷണൽ ആയിട്ട് വെറുതെ സർട്ടിഫിക്കറ്റ് കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ ബോക്സ് ടിക്ക് ചെയ്തുകൊണ്ട് അവരൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യം, സർട്ടിഫിക്കറ്റ് കിട്ടുകയില്ല എന്ന് ഉറപ്പാണെങ്കിൽ നിങ്ങൾക്ക് ഈ സമയത്ത് നിങ്ങൾക്ക് അത് ടിക്ക് അൺബോക്സ്, ആ ടിക്ക് ഒഴിവാക്കാനുള്ള അവസരം ഇപ്പോഴുണ്ട്. ഇനി അഡ്മിഷൻ, അതായത് ഈ എഡിറ്റ് ഓപ്ഷൻ, ട്രയൽ അലോട്ട്മെൻറ്റ് എഡിറ്റ് ഓപ്ഷൻ കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഒന്നും തന്നെ എഡിറ്റ് ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് കൈവശം സർട്ടിഫിക്കറ്റ് ഉള്ള
മാത്രം കൈവശം സർട്ടിഫിക്കറ്റ് ഉള്ളതിൻ്റെ ഡീറ്റെയിൽസ് മാത്രമാണ് നിങ്ങൾ കൊടുക്കാൻ പാടുള്ളൂ. ഉദാഹരണത്തിന് ഏതെങ്കിലും മാത്സ് ക്ലബ്ബ് അല്ലെങ്കിൽ സയൻസ് ക്ലബ്ബ് അതൊന്നും സർട്ടിഫിക്കറ്റ് കൈവശം ഇല്ല എങ്കിൽ നിങ്ങൾ കൊടുക്കരുത്. അതുപോലെ NCC ആയിക്കോട്ടെ, SPC ആയിക്കോട്ടെ, അതേപോലെ തന്നെ സ്കൗട്ട് ആയിക്കോട്ടെ, അങ്ങനെ ഏതെങ്കിലും സർട്ടിഫിക്കറ്റ് ഇല്ല എങ്കിൽ നിങ്ങൾ ഒരിക്കലും നിങ്ങൾ കൊടുക്കരുത്. അതുപോലെ നിങ്ങൾ കൊടുത്ത പേഴ്സണൽ ഡീറ്റെയിൽസ്, നിങ്ങളുടെ ബാക്കിയുള്ള അഡ്രസ്സ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ കൃത്യമാണോ നിങ്ങൾ ഉറപ്പ് വരുത്തുക. ഇനി ഇല്ല എങ്കിൽ വിദ്യാർത്ഥികൾക്ക് നിലവിൽ ഈ പറയുന്ന മെയ് 28 വൈകിട്ട് 5 മണി വരെയാണ് വിദ്യാർത്ഥികൾക്ക് എഡിറ്റ് ചെയ്യാനുള്ള സമയമുള്ളത്. അതിനുശേഷം പിന്നീട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ലഭിക്കുന്നതല്ല. അതുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് ജസ്റ്റ് ഹോം പേജിലൂടെ താഴെ നിങ്ങൾക്ക് എഡിറ്റ് ആപ്ലിക്കേഷൻ ലിങ്ക് കാണാൻ സാധിക്കും. അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് എഡിറ്റ് ചെയ്യേണ്ടത് എല്ലാ കാര്യങ്ങളും ഇപ്പോൾ തന്നെ എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ എല്ലാ കാര്യങ്ങളും എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആവശ്യമുള്ളവർ മാത്രം എഡിറ്റ് ചെയ്യുക. ആവശ്യമില്ല എങ്കിൽ നിങ്ങളൊന്നും തന്നെ എഡിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അതോടൊപ്പം എഡിറ്റ് ആപ്ലിക്കേഷൻ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ നിർബന്ധമായിട്ടും ലാസ്റ്റ് പോയിട്ട് ഫൈനൽ കൺഫർമേഷൻ നിർബന്ധമായിട്ടും കൊടുത്തിടണം. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം എഡിറ്റ് ആപ്ലിക്കേഷൻ ലിങ്ക് ക്ലിക്ക് ചെയ്തതിന് ശേഷം പിന്നെ ഫൈനൽ കൺഫർമേഷൻ കൊടുക്കാത്തവരെ അടുത്ത അലോട്ട്മെൻറ്റിൽ പരിഗണിക്കുന്നതല്ല. അതുകൊണ്ട് എഡിറ്റ് ആപ്ലിക്കേഷൻ നിർബന്ധമായിട്ടും കൊടുത്തു കഴിഞ്ഞാൽ ബന്ധപ്പെട്ട കാര്യങ്ങൾ മാറ്റങ്ങൾ വരുത്തിയാൽ ഫൈനൽ കൺഫർമേഷൻ കൊടുക്കുക. കൂടാതെ കൂടുതൽ വിദ്യാർത്ഥികളും എഡിറ്റ് ആപ്ലിക്കേഷൻ വഴി ഉപയോഗപ്പെടുത്തുന്നത് ഓപ്ഷൻസ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കാരണം പല വിദ്യാർത്ഥികൾക്കും പല സ്കൂളുകളും കൂട്ടി കൊടുക്കാനുണ്ട്, കുറക്കാനുണ്ട്. അതുപോലെ ഒന്നാമത് കൊടുത്ത ഓപ്ഷൻസ് മൂന്നാമത് മാറ്റിയിട്ട് മൂന്നാമത് കൊടുത്ത ഓപ്ഷൻ ഒന്നാമതായിട്ട് മാറ്റാൻ ആഗ്രഹിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള വിദ്യാർത്ഥികൾക്കൊക്കെ ഈ ഒരു അവസരത്തിൽ എഡിറ്റ് ചെയ്യാനുള്ള അവസരം പൂർണ്ണമായിട്ടും ഉപയോഗപ്പെടുത്തുവാൻ സാധിക്കുന്നതാണ്. ഇനി അതോടൊപ്പം തന്നെ ഇനി വളരെയധികം പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് വിദ്യാർത്ഥികളുടെ റാങ്ക് ലിസ്റ്റ്. അതായത് നിങ്ങൾക്ക് താഴെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും വ്യൂവർ റാങ്ക് ലിസ്റ്റ്. ആ റാങ്ക് ഡീറ്റെയിൽസ് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ ഓരോ സ്കൂളിലെയും നിങ്ങളുടെ റാങ്ക് പൊസിഷൻ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്കറിയാം ഒരു സ്കൂളിൽ നിങ്ങൾക്ക് 60 സീറ്റ് 50 മുതൽ 60 സീറ്റുകൾ വരെ ഉണ്ടാവുക. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ 50-60 സീറ്റുകളിൽ ഒരു വിദ്യാർത്ഥിയുടെ റാങ്ക് 250 എന്നാണ് കണ്ടതെങ്കിൽ സ്വാഭാവികമായിട്ടും ആ വിദ്യാർത്ഥി ചിന്തിക്കുക 60 സീറ്റുള്ള എനിക്ക് 250ാമത്തെ റാങ്കാണ് കിട്ടിയത്, അതുകൊണ്ട് എനിക്ക് ഒരിക്കലും ഈ സ്കൂളിൽ അഡ്മിഷൻ കിട്ടുകയില്ല. അതുകൊണ്ട് ഈ സ്കൂളിൽ ഞാൻ ഓപ്ഷൻ മാറ്റിയിട്ട് അത് ഏറ്റവും ബാക്കിലോട്ട് കൊണ്ടുപോയി സാധ്യതയുള്ള സ്കൂളിൻ്റെ ഓപ്ഷൻസ് മുന്നിലേക്ക് കൊണ്ടുവരാൻ ചില വിദ്യാർത്ഥികൾ വിചാരിക്കും. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങളുടെ റാങ്ക് എത്ര ബാക്കിലാണെങ്കിലും ഒരു പക്ഷേ 60 സീറ്റുള്ള ഒരു സ്കൂളിലാണ് 300ാമത്തെ റാങ്ക് ആണെങ്കിൽ നിങ്ങൾക്ക് അഡ്മിഷൻ സാധ്യത അവിടെ ഉണ്ട്. കാരണം നിലവിൽ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് എല്ലാ ഫുൾ A+കാരായിട്ടുള്ള വിദ്യാർത്ഥികളടക്കം എല്ലാ സ്കൂളുകളിലും സെയിം ഓപ്ഷൻസ് ഉൾപ്പെടെ മറ്റ് ഓപ്ഷൻസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് കൊടുക്കും. അതുകൊണ്ട് തന്നെ ഒരു വിദ്യാർത്ഥി ഉദാഹരണത്തിന് 10 സ്കൂളിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ 10 സ്കൂളിലും വിദ്യാർത്ഥി സയൻസാണ് കൊടുത്തെങ്കിൽ ആ വിദ്യാർത്ഥി 10 സ്കൂളിലും ആദ്യത്തെ റാങ്ക് ലിസ്റ്റ് തന്നെ വന്നിട്ടുണ്ടാകും. അപ്പോൾ സ്വാഭാവികം ഈ ഒരു വിദ്യാർത്ഥി ഒന്നാമത്തെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു സ്കൂളിൽ കുട്ടി ആഗ്രഹിച്ച സ്കൂളിൽ അഡ്മിഷൻ കുട്ടി എന്താകും എടുക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ കുട്ടി അത്തരത്തിൽ ഒരുപാട് കുട്ടികൾ ഒരേ സ്കൂളിൽ തന്നെ അപേക്ഷ കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും വിദ്യാർത്ഥികളുടെ റാങ്ക് മാറുന്നതാണ്. അപ്പോൾ ഹയർ മാർക്ക് കിട്ടിയ വിദ്യാർത്ഥികളായിരിക്കും ഏറ്റവും കൂടുതൽ ഉണ്ടാവുക. അപ്പോൾ അത്തരത്തിൽ വിദ്യാർത്ഥികൾ ഏതെങ്കിലും ഒരു സ്കൂൾ അഡ്മിഷൻ എടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് 300ാമത്തെ റാങ്ക് വരെയുള്ള അല്ലെങ്കിൽ അതിനുശേഷമുള്ള റാങ്ക് വരെയുള്ള വിദ്യാർത്ഥികളടക്കം അലോട്ട്മെൻറ്റ് ലഭിക്കുകയും അഡ്മിഷൻ കിട്ടുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ എൻ്റെ റാങ്ക് വളരെ പിന്നിലാണെന്ന് കരുതി നിരാശപ്പെടേണ്ട ആവശ്യമില്ല. നിങ്ങൾക്കും സാധ്യതയുണ്ട് എന്നുള്ള കാര്യം ഉറപ്പെടുത്തുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ റാങ്ക് ഡീറ്റെയിൽസ് നോക്കിയതിന് ശേഷം നിങ്ങൾ ആരും നിരാശപ്പെടേണ്ട. ഇതൊക്കെ ട്രയൽ അലോട്ട്മെൻറ്റ് കഴിഞ്ഞ് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കഴിഞ്ഞാലാണ് വിദ്യാർത്ഥികൾക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ റാങ്ക് ലിസ്റ്റിൽ ബാക്കിലുള്ളവർക്കൊക്കെ അഡ്മിഷൻ സാധ്യതയുണ്ട്. ഇനി സെക്കൻഡ് അലോട്ട്മെൻറ്റ് ശേഷം തേർഡ് അലോട്ട്മെൻറ്റിൽ വിദ്യാർത്ഥികൾക്ക് കൂടുതൽ അഡ്മിഷൻ സാധ്യത. കാരണം എല്ലാ വിദ്യാർത്ഥികളും ഏകദേശം അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ തേർഡ് അലോട്ട്മെൻറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് അഡ്മിഷൻ സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ടുള്ള ഓരോ ഘട്ടങ്ങളും ഇനി വിദ്യാർത്ഥികളുടെ ശ്രദ്ധയോടുകൂടി നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോവുക. അപ്പോൾ എന്തായാലും നിലവിൽ ട്രയൽ അലോട്ട്മെൻറ്റ് 28/5/2025 ആവശ്യമായ കാര്യങ്ങൾ മാറ്റം വരുത്തുക. ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫൈനൽ കൺഫർമേഷൻ നിങ്ങൾ കൊടുക്കാൻ മറന്നു പോരുത്. അതിൻ്റെ ആ ഒരു പ്രിൻ്റ് ഔട്ട് നിങ്ങൾ PDF ആയിട്ട് നിങ്ങൾ എടുത്ത് വെക്കുക. അപ്പോൾ നമുക്ക് വിദ്യാർത്ഥികളുടെ പ്രധാനപ്പെട്ട ആദ്യത്തെ അലോട്ട്മെൻറ്റ് ഇനി വരാൻ പോകുന്നേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ട്രയൽ അലോട്ട്മെൻറ്റിലുള്ള റിസൾട്ട് ടോട്ടലി വിദ്യാർത്ഥികൾ ഒരുപാട് പേര് എഡിറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ട്രയൽ അലോട്ട്മെൻറ്റ് കിട്ടിയ വിദ്യാർത്ഥികളുടെ ആ ഒരു സെയിം സ്കൂൾ തന്നെ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ കിട്ടണമെന്നില്ല. അത് വിദ്യാർത്ഥികൾക്ക് മാറാനും ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ട്രയൽ അലോട്ട്മെൻറ്റ് നിങ്ങൾ ജസ്റ്റ് ഒരു സാധ്യതയായിട്ട് മാത്രം കണക്കിലാക്കി വിദ്യാർത്ഥികൾ മുന്നോട്ട് പോവുക. അപ്പോൾ അലോട്ട്മെൻറ്റ് ലഭിച്ചവരും ലഭിക്കാത്തവരും ആരും നിരാശപ്പെടേണ്ട. നിങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ തന്നെ നിങ്ങൾക്ക് മെയിൻ അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇത്തരത്തിൽ അഡ്മിഷൻ അലോട്ട്മെൻറ്റ് സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും നമ്മുടെ ചാനൽ നിങ്ങൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുവാൻ ബെല്ലൈക്കൻ എനാബിൾ ചെയ്ത് നോക്കുവാൻ പരമാവധി നിങ്ങൾ സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് കൊടുക്കുവാൻ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പുതിയൊരു അപ്ഡേറ്റ് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെയും തൽക്കാലം ഇറ്റ്സ് മീ സവാദ് രചരി. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.